ഹലോ ഗൈസ്, ഞങ്ങൾ ഇന്നുള്ളത് ആലപ്പുഴയിലെ മാരാരിക്കുളത്തുള്ള അബാദ് ടാർട്ടിൽ ബീച്ച് റിസോർട്ടിലാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ റിസോർട്ടിൻ്റെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത്. റിസോർട്ടിൻ്റെ എൻട്രിയാണ്. റിസോർട്ടിൻ്റെ എൻട്രിയിൽ ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞിട്ട് ഇവിടെ നേരെ റിസപ്ഷൻ, ഈ കാണുന്നതാണ് റിസപ്ഷൻ, ഇതാ കാണുന്നത്. അപ്പോൾ നമ്മളിനി റൂംസ് കാണാൻ വേണ്ടി പോകുന്നതാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. ഇത് റിസപ്ഷൻ്റെ ഏരിയ അല്ലേ? ഓക്കെ ഓക്കെ. റൈറ്റ് സൈഡിലേക്കാണ് നമ്മുടെ ആക്ടിവിറ്റി റൂമും ആയുർവേദ മസാജ് സെൻ്ററും വരുന്നത്. ഓക്കെ ഓക്കെ. ഇവിടെ കാണുന്നതെല്ലാം ബീച്ച് കോട്ടേജുകളാണ്. റൈറ്റ് സൈഡിൽ കിഡ്സ് ഏരിയ. ഓക്കെ ഓക്കെ ഓക്കെ. ലെഫ്റ്റിലാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് വരുന്നത്. ഈ കാണുന്നത് അല്ലേ? റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. റെസ്റ്റോറൻറ്റ് അടുത്ത് കാണുന്നത് നമ്മുടെ സ്വിമ്മിംഗ് പൂളാണ്. ഓക്കെ ഓക്കെ. റൈറ്റ് സൈഡിലുള്ളത് ബട്ടർഫ്ലൈ ഗാർഡനാണ്. അതെ അതെ, ഒരു ഏരിയ ഫുൾ ഓർഗാനിക് വെജിറ്റബിൾ ഫാം. ഓക്കെ ഓക്കെ ഓക്കെ. അവിടെ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു കാറ്റിൽ ഫാം ഉണ്ട്. കാറ്റിൽ ഫാം അല്ലേ? ഓക്കെ ഓക്കെ. റൈറ്റ് സൈഡിൽ ബാഡ്മിൻ്റൺ കോർട്ടാണ്. ഗെയിംസ് ഏരിയ വരുന്നതൊക്കെ സെപ്പറേറ്റ് ആണല്ലേ? ഇതാണ് ഗെയിംസിൻ്റെ ഏരിയ വരുന്നതൊക്കെ സെപ്പറേറ്റ് ആണ്. അതെ അതെ അതെ. നമുക്ക് ആദ്യം പൂളിലേക്ക് പോകാം. ഇത് പൂൾ വില്ല അല്ലേ? ഓക്കെ. സ്പേഷ്യസ് ആയിട്ടുള്ള റൂം തന്നെ അല്ലേ? ഓക്കെ. വാഷ്റൂം, ടവൽസ് വെച്ചിട്ടുണ്ട്, ഒരു വലിയൊരു മിറർ, ഹെയർ ഡ്രയർ വെച്ചിട്ടുണ്ട്, സോപ്പ്, ടോയ്ലറ്റ് കിറ്റ്സ് എല്ലാം തന്നെ. കൊമോഡ് ഏരിയ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്, വാഷ് ഏരിയയും സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. സ്ലൈഡിംഗ് ഡോറാണ് വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം തന്നെയാണ്. പ്രൈവറ്റ് പൂള്. ഓക്കെ ഓക്കെ ഓക്കെ. ഇതും 4 ഫീറ്റ് തന്നെയാണോ? അതെ, 4 ഫീറ്റ് ഡെപ്ത് ആണ്. 5 മീറ്റർ ലെങ്ത് ഉണ്ട്, 3 മീറ്റർ വിഡ്ത്തും ഉണ്ട്. ഓക്കെ. ഇതാണല്ലേ
5 meter, width 3 meter, depth 4 meter അല്ലേ? Don't show, no fix. ഓക്കെ, അത്യാവശ്യം പഞ്ച് പൂളൊന്നും പറയാൻ പറ്റില്ല അല്ലേ, വലിയ പൂള് തന്നെയാണ്. അതെ അതെ, നമ്മുടെ വിസ്പറിംഗ് ബാംസിലുള്ളത് പഞ്ച് പൂളല്ലേ? ചെറിയ പൂളാണ്. ഓക്കെ ഓക്കെ. അല്ല, നമ്മൾ നോർമലി പൂൾ വില്ല് എടുത്ത് കഴിയുമ്പോൾ ചെറിയ പൂളായിരിക്കും. അതെ 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 അതെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ റിസോർട്ടിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള വില്ല വരുന്നത്. പൂൾ വില്ലയാണ്, പ്രൈവറ്റ് പൂൾ വില്ലയാണ്. അപ്പോൾ നിങ്ങൾക്ക് പൂള് പ്രൈവറ്റായിട്ട് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വില്ല ചൂസ് ചെയ്യാം. കുറച്ച് എക്സ്പെൻസീവാണ്, പക്ഷേ നല്ല അടിപൊളി പൂളുമാണ്, നല്ല വലിപ്പമുള്ള പൂളുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചൂസ് ചെയ്യാം. ഇതെല്ലാം ഡബിൾ ബെഡ്റൂം കോട്ടേജസ് ആണ്. 2 റൂം ഉണ്ടാവും. ഓക്കെ, ഇൻ്റർ കണക്റ്റഡ് ആയിട്ടൊന്നുമില്ല. ഇല്ല, ഈ റൂം എടുക്കാം. ഓക്കെ, ഇതാണ് നോർമൽ കോട്ടേജ്. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോകാം. ഇവിടെ അത്രയും സ്പേസ് തന്നെ ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ. ഇതാണ് ബാത്റൂം. ഓക്കെ, ഓപ്പൺ ആണല്ലേ? ഓ, അത് കൊള്ളാം. ഓക്കെ ഓക്കെ. ഓപ്പൺ വാഷ്റൂമാണ്. ഇവിടെ വാഷ്റൂമിൽ ഒരു ഹെയർ ഡ്രയർ ഉണ്ട്. ബേസിക് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും തന്നെ ഉണ്ട്. ടോയ്ലറ്റ് കിറ്റും ഷേവിങ് കിറ്റും എല്ലാം തന്നെ ഉണ്ട്. സോപ്പും ഷാമ്പൂ, ടോയ്ലറ്റ് ടിഷ്യൂ, കൊമോഡ് ഇവിടെ വരുന്നുണ്ട്. ഒരു ചെറിയൊരു വാഷ് ഏരിയ. ഷവറിൻ്റെ ഭാഗത്ത് ഇത് ഓപ്പണാണ്. നമുക്ക് നാച്ചുറലായിട്ട് കാര്യങ്ങൾ സാധിക്കാം. ഓക്കെ, ഇവിടെ ടവൽസ് വെച്ചിട്ടുണ്ട്. ഇത് ഓപ്പണായിട്ട്, പക്ഷേ ഇവിടെ സെക്യൂർ ആണ്. വേറെ ആരെങ്കിലും വന്ന് ഒളിഞ്ഞു നോക്കാൻ അങ്ങനത്തെ പരിപാടികളൊന്നും ഉണ്ടാവില്ല. ഇതാണ് കോട്ടേജിൻ്റെ ബാത്റൂം വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം തന്നെയാണ് ഇവിടെ ഉള്ളത്. നല്ല ഹൈറ്റിലാണ്. ഓ, ഇവിടുന്ന് ബീച്ചിലേക്ക് നല്ല വ്യൂ ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ആ ഹാ, 3 റൂംസ് ആണോ? 3 കോട്ടേജാണോ 3 റൂമാണോ ഉള്ളത്? ഓക്കെ 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 ഓക്കെ. ഓ, ഇങ്ങനെ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്തേക്കാം അല്ലേ? ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ. ആ ഹാ ഹാ. നമുക്ക് എല്ലാത്തിലും തന്നെ ഉണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. 2 എൻട്രി പോലെ ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ. ബീച്ച് സൈഡ് കോട്ടേജ് എന്ന് പറയുന്നത് എല്ലാം അവിടെ നിന്ന് സെയിം. ഓക്കെ ഓക്കെ ഓക്കെ. ബീച്ച് വില്ലകൾ. ഓക്കെ, പക്ഷേ സിംഗിൾ ആയിട്ട് ഉണ്ടാവുള്ളൂ. ഓക്കെ. ഓഹോ ഹോ. ഓക്കെ. 3 ബീച്ച് വില്ല ഉണ്ട്. 3 ബീച്ചിനടുത്ത് തന്നെയാണ്. ഒരു പ്രത്യേകത മീൻസ് ഈ പറഞ്ഞ പോലെ കോട്ടേജിനെ അപേക്ഷിച്ചുള്ള ഒരു സിംഗിൾ ബിൽഡിംഗിൽ ആ ഒരു ഓക്കെ 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 മാത്രമേ ഉള്ളൂ. ബീച്ചിലേക്ക് പോകാം. ടോട്ടൽ നമുക്ക് എത്ര റൂംസ് ആണുള്ളത്? ടോട്ടൽ 31 ആണ്.
31 റൂംസ് ഉണ്ട്. 26 കോട്ടേജ് വരും. 26 കോട്ടേജുകൾ. 13 ബിൽഡിങ്ങാണ്. 13 ബിൽഡിംഗ്. കോട്ടേജായി. ഓക്കെ. 3 ബീച്ച് വില്ല. 3 ബീച്ച് വില്ല. 29ആയി. ഓക്കെ. നമ്മൾ കണ്ട പൂൾ വില്ലയില്ലേ, അങ്ങനത്തെ 2 എണ്ണം. 2 പൂൾ വില്ലയാണുള്ളത്. 2 പൂൾ വില്ലയുണ്ട്. നമ്മളിപ്പോൾ കണ്ടാൽ അപ്പുറേ ഒരു പൂൾ വില്ലയാണത്. ഓക്കെ ഓക്കെ. പൂൾ വില്ല ഇന്റർ കണക്റ്റഡ് ആണ്. അവിടെ നമ്മൾ ഒരു സൈൻ ബോർഡിലായിരുന്നു, സൈഡിലായിട്ടൊരു ഡോർ ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അത് ഫാമിലിയാണ് 1-2 പൂൾ വില്ല ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കണക്റ്റിംഗ് ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ ഓക്കെ. അപ്പം അങ്ങനെ 31 റൂംസ് വരും. 31 റൂംസ് വരും. ബീച്ചിലേക്ക് പോകുന്ന വഴി അല്ലേ? ഇതാണല്ലേ ബീച്ചിലേക്കുള്ള എൻട്രി? പ്രൈവറ്റ് ബീച്ചാണ്. ഓക്കെ. അവിടെ ഒരു ഏരിയ ഹട്ട് വരെ ഉണ്ട്. ഓക്കെ. നമ്മുടെ സെക്യൂരിറ്റിയും ലൈഫ് ഗാർഡും എപ്പോഴും ഇവിടെ ഉണ്ടാവും. ഇവിടെ ഉണ്ടാവും. 24 തന്നെ ഉണ്ടാവും. ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് ഇന്ന ടൈമിംഗ് ഒന്നുണ്ടോ ഇവിടെ? നമ്മുടെ ബീച്ച് ടൈം പറയുന്നത് മോർണിംഗ് 7 to ഈവനിങ് 7 ആണ്. ആഫ്റ്റർ 7 നമ്മൾ ആ ഗേറ്റ് ക്ലോസ് ചെയ്യും. ഓക്കെ. അത് കഴിഞ്ഞ് ബീച്ച് വരണമെങ്കിൽ സെക്യൂരിറ്റി എപ്പോഴും ഉണ്ടാവും ഇവിടെ. ഓക്കെ. അവർ അസിസ്റ്റ് ചെയ്താൽ ഗേറ്റ് ഓപ്പൺ ആക്കിയിട്ട് അവരും കൂടെ വരും. ഓക്കെ ഓക്കെ. നൈറ്റ് വന്ന് ബീച്ച് വിസിറ്റ് ചെയ്യാൻ കുഴപ്പമില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇത്രയും ഭാഗം നമ്മുടെ പ്രൈവറ്റ് ആണല്ലോ? അതെ അതെ അതെ. എപ്പോഴും നീറ്റ് ആയിരിക്കും. അവർ ടെസ്റ്റ് ആവുന്ന അഴുക്കാവുന്ന അനുസരിച്ച് ഇവർ. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മുടെ റിസോർട്ട് വരുന്നത് അവിടെ അല്ലേ? അവിടെ റിസോർട്ട് അവിടെ ഈ ഭാഗങ്ങളിലും ഒക്കെ ആയിട്ട്. ബീച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെയാണല്ലേ? മാരാരിക്കുളം ബീച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ റിസോർട്ടും വരുന്നത്. ഇത് ഇവരുടെ പ്രൈവറ്റ് ബീച്ചാണ്, പ്രൈവറ്റ് ഏരിയ ആണ് ഇവരുടെ. ഇവിടെ തന്നെ ഗസ്റ്റുകളും എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാവും. ഇതാകുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും ക്രൗഡഡ് ആയിരിക്കില്ല. അങ്ങനെ ഒരു ഗുണം ഉണ്ടാവും നിങ്ങൾക്ക്. നിങ്ങൾക്ക് എപ്പോഴാണെന്നുണ്ടെങ്കിലും ഇവിടെ വന്നിരിക്കാം. മോർണിംഗ് 7 to ഈവനിങ് 7 ആണ് ബീച്ച് ടൈം വരുന്നത്. അത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലോസ് ചെയ്യുക, ഗേറ്റ് ക്ലോസ് ചെയ്യും. പിന്നെ സെക്യൂരിറ്റി അടുത്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് വരാം എന്നാണ് പറഞ്ഞത്. 24/7 സെക്യൂരിറ്റി ഉണ്ടാവും ഇവിടെ, നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് തന്നെ. അപ്പോൾ പ്രൈവറ്റായിട്ടൊരു ബീച്ച് റിസോർട്ടിൽ സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വരിക. നിങ്ങൾ തീർച്ചയായും വരിക, ഒക്കെ എൻജോയ് ചെയ്യുക. അപ്പോൾ ഞാൻ നിൽക്കുന്നതിൻ്റെ ബാക്കിലാണ് നമ്മുടെ കോട്ടേജസ് വരുന്നത്. ആ കാണുന്നത് മാരാരിക്കുളം ബീച്ചിൻ്റെ എൻട്രിയാണ്. നോർമൽ ഓർഡിനറി ആൾക്കാരൊക്കെ വന്ന് ബീച്ച് എൻജോയ് ചെയ്യുന്നത് ആ ഭാഗത്തായിരിക്കും. അവിടെ നിന്ന് കുറേ വിട്ടിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഏകദേശം ഒരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മളിപ്പോൾ ഉള്ളത്. അവർ രണ്ടുപേരുണ്ട്, പിന്നെ സെക്യൂരിറ്റീസ് എപ്പോഴും ഉണ്ടായത്. ഉണ്ട്. ഓ, ഇത് ഓപ്പൺ ഷവർ അല്ലേ? ഇവിടെ ബീച്ച് ഷവർ. ബീച്ചിൽ നിന്ന് വന്നിട്ട് ഷവർ ചെയ്യാനുള്ള ഏരിയ അല്ലേ? ഇതൊക്കെ ഓരോ കോട്ടേജസാണ്. എല്ലാ കോട്ടേജസും വരുന്നത് AC കോട്ടേജാണ്. ഇപ്പോൾ നല്ല ചൂടുണ്ട് ഇവിടെ. കാറ്റൽ ഫാമിലി ഏരിയാസ് അല്ലേ? അതെ അതെ. ഈ ഫോറിനേഴ്സിന് വല്ലാണ്ട് അട്രാക്റ്റീവ് അല്ലേ ഇത്? കന്നാലികളവിടെ പുല്ലുന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ക്യാറ്റിൽ ഫാമും വെജിറ്റബിൾ ഫാമും കൂടിയിട്ടുള്ള സ്ഥലമാണ്.
ഫോറിനേഴ്സിനെ വല്ലാണ്ട് അട്രാക്റ്റ് ചെയ്യുന്നൊരു ഏരിയ കൂടിയാണിത്. പലതരം വെജിറ്റബിൾസ് ഉണ്ട് ഇവിടെ. പിന്നെ ക്യാറ്റിൽസ്. അവിടെ 2 പാത്തുകളുണ്ട് നമ്മൾ വരുന്ന വഴിക്ക് കണ്ടത്. നല്ല വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചയാണ് റിസോർട്ടുകളിൽ. അങ്ങനെ പല റിസോർട്ടുകളിലും ഇല്ലാത്തൊരു കാഴ്ചയും കൂടിയാണിത്. ബാലൻസ് പാർട്ടാണല്ലോ ഇങ്ങോട്ടേക്കുള്ളത്. ഓക്കെ. എൻ്റെ ബാക്കിലായിട്ടാണ് സ്വിമ്മിംഗ് പൂളിൻ്റെ ഏരിയ വരുന്നത്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പോകാം. ചെറിയൊരു കനാലാണ്. ഇതാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂൾ വരുന്നത്. അത്യാവശ്യം വലിയൊരു പൂളാണ്. അവിടെ ഡെപ്ത് കുറഞ്ഞു വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഡെപ്ത് കൂടിയിട്ടുള്ള ഏരിയാസാണ് ഈ കാണുന്നത്. ഇവിടെ വരുന്തോറും ഡെപ്ത് കൂടുതലായിരിക്കും. 4 ഫീറ്റൊക്കെ ഉണ്ടാവും. അവിടെ ഒരു 2 ഫീറ്റ് ആ റേഞ്ചിലൊക്കെ ഉണ്ടാകത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ മുന്നിലായിട്ട് ഒരു കനാൽ പോകുന്നുണ്ട്. ഒരു കനാൽ. ഈ കനാൽ നേരെ കണക്ട് ചെയ്യുന്നത് ബീച്ചിലേക്കാണ്. നല്ല അടിപൊളിയൊരു പൂളുണ്ട് ഇവിടെ. പൂൾ ടൈമിങ് എങ്ങനെയാണ് ഇവിടുത്തെ? 7 to 7 തന്നെ. ബീച്ചിൻ്റെ സെയിം ടൈം തന്നെ. ഓക്കെ ഓക്കെ. ഇവിടെ ഒരു കിഡ്സ് പൂളും കൂടെ ഉണ്ട്. കിഡ്സ് പൂളൊരു 1 ഫീറ്റ് ആ റേഞ്ചിലൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ നല്ല വലിപ്പമുള്ള കിഡ്സ് പൂളാണ്. നമ്മൾ നേരത്തെ പൂൾ വില്ലേ കണ്ട പോലത്തെ തന്നെ അതിൻ്റെ ഏകദേശം അതേപോലെയൊക്കെ വരുന്നൊരു പൂളാണ്. പക്ഷേ ഡെപ്ത് കുറവാണ്. ഇതൊരു റെസ്റ്റോറൻ്റ് ആണല്ലേ ഈ കാണുന്നത്? ഓക്കെ. ഓക്കെ. ഇതാണ് ആക്ടിവിറ്റി റൂം അല്ലേ? നമുക്ക് ആക്ടിവിറ്റി റൂമിലേക്കും കൂടെ പോയിട്ട് വരാം. വലിയൊരു ഹോളാണല്ലേ. ഇവിടെ ക്യാരംസ് ഉണ്ട്, ചെസ് ഉണ്ട്, ടേബിൾ ടെന്നീസ് ഉണ്ട്. ഇതൊരു ബാങ്കറ്റ് ഹാൾ കൂടിയാണ് കേട്ടോ. ഒരു 100 പാക്സ് കപ്പാസിറ്റി ഉണ്ടാവും. 80 to 100 പാക്സ് കപ്പാസിറ്റി ഉണ്ടാവും. ചെറിയ പ്രോഗ്രാമൊക്കെ നടത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നടത്താം. അത്യാവശ്യം വലിയൊരു ഹാളാണ്. ഇത് മസാജ് സെൻ്റർ അല്ലേ? ഇത് രണ്ടുമാണോ? ഓക്കെ ഓക്കെ. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് കിഡ്സ് പ്ലേ ഏരിയയും കൂടെ ഉണ്ട്. ഒരു അത്യാവശ്യം നല്ലൊരു പ്ലേ ഏരിയ തന്നെയാണ്. കുറച്ച് സ്ഥലം ഉള്ളൂ എന്നുണ്ടെങ്കിൽ അവർ അടിപൊളിയായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം റൈഡുകളൊക്കെ ഉണ്ട്. 4-5 റൈഡുകളുണ്ട് ഇവിടെ. താങ്ക്സ്. ഓക്കെ താങ്ക് യു. അപ്പോൾ ഞങ്ങൾ റിസോർട്ട് ടൂറെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചെത്തി. ഏകദേശം 31 റൂംസ് ഉണ്ട്. 31ഓളം റൂംസ് ഉണ്ട് ഇവിടെ. 13 ഡബിൾ ബെഡ്റൂം കോട്ടേജസ് ആണുള്ളത്. പിന്നെ 3 സിംഗിൾ ബെഡ്റൂം കോട്ടേജസും പിന്നെ 2 പൂൾ വില്ലയും കൂടെയാണുള്ളത്. അങ്ങനെ 31 റൂംസാണ് ടോട്ടലുള്ളത്. എല്ലാം ഫുള്ളി എയർ കണ്ടീഷൻ റൂംസാണ്. ഞങ്ങളിപ്പോൾ ബീച്ചിൽ പോയിട്ട് വന്നു. നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ബീച്ച് റിസോർട്ടിൽ പോകുന്നത്. ബീച്ച് റിസോർട്ടിൽ
ബീച്ച് റിസോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത് തന്നെയാണ് ബീച്ചുള്ളത്. ഇവർക്ക് തന്നെ ഒരു പ്രൈവറ്റ് ബീച്ചുണ്ട്, പ്രൈവറ്റ് സ്പേസ് ഉണ്ട് അവിടെയായിട്ട്. അപ്പോൾ അവിടെ നമ്മുടെ ഗസ്റ്റുകളൊക്കെ പോയിരിക്കും, പോയി റിലാക്സ് ചെയ്യാം, സൺ ബാത്ത് ചെയ്യാം, അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ചെയ്യാം അവിടെ തന്നെ. ബീച്ച് വോളി ഉണ്ട്, അതവർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറേഞ്ച് ചെയ്ത് തരും. അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് വെജിറ്റബിൾ ഫാം കണ്ടു, ക്യാറ്റിൽ ഫാം കണ്ടു, അങ്ങനെ പിന്നെ ഫിഷിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. അങ്ങനെ കുറേ ഏരിയസ് ഉണ്ട് ഇവിടെ. ഒരു ഹിൽ സ്റ്റേഷനിലേക്ക് പോകുന്നതിന് വേറൊരു തലമാണ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഉള്ളത്. ബീച്ചും കുറച്ച് ലോ റേഞ്ചിലേക്കാണ് വരുന്നത്, അതിൻ്റേതായിട്ടുള്ള ചൂടുണ്ടാവും, പിന്നെ പ്രകൃതി ഭംഗികൾ മാറും, നല്ല പച്ചപ്പും ആയിട്ടുള്ളൊരു എന്താ പറയുക, നല്ലൊരു ഗ്രീനറിയാണ് ഇവിടെ ഫുള്ള്. കുറേ മരങ്ങളും കുറേ ചെറിയ ചെടികളും ആയുർവേദ ചെടികളും അങ്ങനെ ആയിട്ട് കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും വരിക, എൻജോയ് ചെയ്യുക. ഇതിൻ്റെ റൂംസിൻ്റെ ഡീറ്റെയിൽസും റേറ്റ്സും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ കോൺടാക്റ്റ് ചെയ്യാം, ഇമെയിൽ വഴിയും കോൺടാക്റ്റ് ചെയ്യാം. ഇപ്പോൾ റേറ്റ് പറയുന്നതാണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ സീസണിൽ ഇവിടെ റേറ്റ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഒരു ഫിക്സഡ് റേറ്റ് പറയാത്തത് ഇപ്പോൾ. സോ ഒരു ബീച്ച് റിസോർട്ട് ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരിക. കുറച്ച് എക്സ്പെൻസീവ് ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്റ്റേ തന്നെയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ഒരു വൺസ് ഇൻ എ ലൈഫ് ടൈം നമ്മൾ എൻജോയ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്. റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയും കൂടിയാണിത്. അപ്പോൾ എല്ലാവരും വരിക, എൻജോയ് ചെയ്യുക. നമ്മുടെ സൈഡിൽ നിന്നാണ് ബുക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ റേറ്റ് കുറവായിരിക്കും. നിങ്ങൾ ഡയറക്റ്റ് വന്ന് എൻക്വയറി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും. നമ്മൾ ത്രൂ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റേറ്റ് കുറവായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. ബുക്കിംഗ് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ നിങ്ങൾക്ക് ബുക്കിംഗ് റിലേറ്റഡ് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യുക, നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. കൂടുതൽ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. നമ്മുടെ ഒരു കുഞ്ഞു ചാനലാണ്, ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നതുള്ളൂ. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. റിസോർട്ട് സ്റ്റേകളും യാത്രകളും ഒക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ വരുംതോറും ഇനിയും നല്ല കണ്ടൻറ്റുകളുമായിട്ട് വരുന്നതാണ്. നല്ല റിസോർട്ട് റിവ്യൂ ചെയ്യണമെന്നൊക്കെ ഉണ്ട്. സോ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാവുന്നതാണ്. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ദിസ് ഇസ് അഫ്സൽ ഇസ്മായിൽ സൈനിങ് ഓഫ്.